ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വൈകുന്നേര സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് പഴം ഉണ്ടാകുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഒരുപാട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കറുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഒരുപാട് ചെറുതാക്കി കട്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഞാനിതൊന്ന് മിക്സീൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ. നമ്മൾ 5 രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് ഞാനിതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഴത്തിന് ഒരു പാക്കറ്റ് ബൂസ്റ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ പാക്കറ്റിലല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മധുരമുള്ള പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി 2 ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്. നമുക്ക് തിക്കായിട്ടുള്ളൊരു ബാറ്ററിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നല്ല രീതിയിലൊന്നും അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഴം അടിച്ചെടുത്തതിന് ശേഷം മൈദ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഫൈനായിട്ട് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും. ഞാനിത് മൊത്തത്തിൽ ഒരുമിച്ച് തന്നെ ഇരുന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ബാറ്ററി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര തിക്നെസ്സോട് തന്നെ വേണേ, എന്നാലാണ് പെർഫെക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഒന്ന് ബട്ടർ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ബട്ടർ ഷീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബട്ടർ ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓയിൽ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ബട്ടർ ഷീറ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞോളും. അപ്പോൾ ഈ ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, കേക്കിൻ്റെയൊക്കെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു റിബൺ ഷേപ്പിലായിട്ട് വീഴില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെയല്ല ഇത് ചെയ്തെടുക്കുന്നത്, നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റീമറൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അലൂമിനിയം ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകൾ ഭാഗത്തൊന്ന് കവർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഞാനിതൊന്നും കവർ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കവർ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും അതിലേക്ക് വീഴില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം പുറത്ത് വെക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. കുറച്ചൊക്കെ വെള്ളം ഇതിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നങ്ങ് പുറത്തേക്ക് വെക്കാം. ഇപ്പോൾ ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ആ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊന്നങ്ങ് ഇറക്കി വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല രീതിയിൽ തണുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ടാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. നമ്മൾ കിണ്ണത്തപ്പം, കേക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് കിണ്ണത്തപ്പത്തിനെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. ഞാനത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പിടിക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണിത്. ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കത്തി വെക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്